ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ enthusiast ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സമ്മർ സ്കിൻ കെയർ റുട്ടീനെ പറ്റിയിട്ടാണ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സമ്മർ സ്കിൻ കെയറിലോട്ട് വരുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നെന്ന് വെച്ചാൽ കാലാവസ്ഥ നന്നായിട്ട് ചേഞ്ച് ആവുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വിയർക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഹെവി പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. ഇപ്പം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ പോലും നമ്മുടെ സ്കിന്നിന് ചിലപ്പോൾ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ നോർമലി യൂസ് ചെയ്യുന്ന സെറംസ് പോലും നമുക്ക് പറ്റാണ്ടാവും. സൺസ്ക്രീൻസ് നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നും. പിന്നെ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ബാരിയറിനൊക്കെ അതൊരു ചെറിയ രീതിയിൽ എഫക്ട് ചെയ്യും. എന്നാൽ വാഷ് ചെയ്യാതിരിക്കാനും പറ്റത്തില്ല. സ്വെറ്റിങ്, ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇപ്പൊ എനിക്കൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ ചൂടെടുത്തിട്ട് ചുറിഞ്ഞിട്ട് പിറമൊക്കെ മുറിച്ച് വെക്കുന്ന ആ ഒരു ലെവലിൽ വരെ എനിക്ക് ചൂട് വിയർപ്പ് ഇറിറ്റേഷൻ വരുത്താറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സമ്മറിൽ വരുന്നത് കൊണ്ട് തന്നെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നേക്കാളും കുറച്ച് വേറെ രീതിയിൽ ചിന്തിക്കണം. കാരണം നമുക്ക് ഹൈഡ്രേഷൻ വേണം, എന്നാൽ സ്കിന്നിന് അത് ഹെവി ആവാൻ പാടില്ല, സ്കിന്നിന് സ്വെറ്റിംഗ് ആവാൻ പാടില്ല. നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ സ്വെറ്റിംഗ് ഒന്നും വരാൻ പാടില്ല. എന്നാൽ നമുക്ക് മാക്സിമം സൺ പ്രൊട്ടക്ഷനും സൺലൈറ്റിൽ നമുക്ക് ഡാമേജ് ചെയ്യുന്ന പ്രൊട്ടക്ഷനും ഒക്കെ വേണം. അപ്പൊ കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനുണ്ട്. പക്ഷെ എന്നാൽ നമുക്ക് ഒരു 10 സ്റ്റെപ്പ് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാനും താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ അതെല്ലാം മനസ്സ് വെച്ചിട്ടാണ് ഒരു സ്കിൻ കെയർ റുട്ടീൻ എപ്പോഴും സമ്മറിൽ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ സമ്മറിൽ ഒരു സ്കിൻ കെയർ റുട്ടീൻ ചെയ്യേണ്ടത് നോക്കാം. ഇപ്പോ നമ്മൾ നോർമലി ഒരു സ്കിൻ കെയർ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലെൻസേഴ്സിലൂടെയാണ്. ഞാൻ ചിലർ നോർമലി പറയാറുണ്ട്, നിങ്ങളുടെ ഓയിലി സ്കിന്നാണ് നിങ്ങൾ സാലിസിലിക് ആസിഡ് ക്ലെൻസർ യൂസ് ചെയ്യുക. നിങ്ങൾ ഡ്രൈ സ്കിന്നോ നോർമൽ സ്കിന്നോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിന്നോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ജെന്റിലായിട്ട് ക്ലെൻസേഴ്സോ അല്ലെങ്കിൽ ജെന്റിൽ ഫേസ് വാഷോ യൂസ് ചെയ്യുക. ഫോമിംഗ് ടൈപ്പ് ഫേസ് വാഷസ് സ്കിപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ എക്സ്ട്രീംലി ഓയിലി സ്കിൻകാരാണെങ്കിൽ പോലും സമ്മറിലോട്ട് വരുമ്പോൾ നമ്മുടെ സ്കിൻ ഒന്ന് ഡ്രൈ ആവാനായിട്ട് തുടങ്ങും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സാലിസിലിക് ആസിഡ് സെറം ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മുടെ സ്കിൻ ഒന്ന് ഡ്രൈ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പൊ എന്റെ സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ സ്ഥിരം സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് നൈറ്റിൽ യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ ഞാൻ 2 ദിവസത്തിൽ ഒരിക്കലൊക്കെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യാറ്. കാരണം എനിക്കിത് ഡ്രൈനെസ് എന്റെ സ്കിന്നിൽ ഫീൽ ആയി തുടങ്ങിയപ്പോൾ ഞാൻ ഓക്കെ സ്റ്റോപ്പ്, ഇനി ക്ലെൻസർ നൈറ്റ് പോലും ഞാൻ ക്ലെൻസർ യൂസ് ചെയ്ത് അങ്ങനത്തെ ഒരു രീതിയിൽ സ്കിപ്പ് ചെയ്യുക. അതായത് നമ്മുടെ സ്കിൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ഓയിലി സ്കിൻ ആണെന്നുണ്ട്, നിങ്ങൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കുക, നിങ്ങളുടെ സ്കിൻ നേരത്തെക്കാളും ഓയിൽ പ്രൊഡക്ഷൻ ഒക്കെ ഒന്ന് കൺട്രോൾ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ യൂസ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് നല്ലതാണ്. കാരണം മേ ബി നമ്മൾ ഓവർ ചെയ്തിട്ട് സ്കിൻ ബാരിയർ ഡാമേജ് ആക്കും. അപ്പൊ അങ്ങനെ വേണ്ട, 2 നേരമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു നേരമായിട്ട് കുറയ്ക്കുക. അല്ല, നിങ്ങൾ നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ദിവസം ഓൾട്ടർനേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വേറെ ഡ്രൈനെസ് ഒന്നും ഫീൽ ചെയ്ത് നോർമലായിട്ട്, അതായത് നമുക്ക് സ്കിൻ ഒരിക്കലും ഡ്രൈ ആവാനും പാടില്ല, ഓയിലി ആവാനും പാടില്ല. നമുക്ക് എപ്പോഴും സ്കിൻ നോർമൽ ആയിട്ടിരിക്കാനാണല്ലോ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ നോർമൽ ആയിട്ട് ഫീൽ ആവുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതുപോലെ കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ മതി. പിന്നെ ഡ്രൈ സ്കിൻകാര്, സെൻസിറ്റീവ് സ്കിൻകാര്, അല്ല നോർമൽ സ്കിൻകാര്, ഒക്കെ ഉള്ള ആൾക്കാർ ഇപ്പോഴല്ല അവർ സാലിസിലിക് ആസിഡ് തന്നെ യൂസ് ചെയ്യണം. അങ്ങനെയല്ലേ ഞാൻ പറയും. നമുക്ക് സമ്മറൊക്കെ വരുമ്പോൾ നമ്മുടെ പിമ്പിൾസ് ഒക്കെ ഒന്ന് കുറയാൻ തുടങ്ങും. എനിവേസ്, അപ്പൊ ഡ്രൈ, നോർമൽ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻകാരുടെ ഞാൻ പറയാം, നിങ്ങൾ മോർണിംഗിൽ വേണമെങ്കിൽ ഫേസ് വാഷ് ചെയ്താൽ മതി എന്ന് പറയും. അപ്പൊ ശ്രദ്ധിക്കുക, എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ നൈറ്റ് കിടന്നിട്ട് രാവിലെ എണീക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ സ്കിൻ ഭയങ്കരമായിട്ട് വിയർത്തിട്ട് നിങ്ങളുടെ ഫേസിൽ അഴുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യുക. സെറ്റാഫിലിന്റെ ക്ലെൻസർ, അതല്ലെങ്കിൽ മിനിമലിസ്റ്റിന്റെ ഓട്സ് ക്ലെൻസർ, നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു ക്ലെൻസർ യൂസ് ചെയ്യുക. ഹൈ-എൻഡോ നോർമലിന്റെ ഏതായാലും കുഴപ്പമില്ല. ബേസിക്കലി നമുക്ക് സ്കിന്നിന് ആ സ്വെറ്റിംഗ് ഒന്ന് കഴുകി കളയുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ ആക്റ്റീവ്സ് ഒന്നും വേണം. അപ്പൊ ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സ് സെലക്ട് ചെയ്യാം. അടുത്ത് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ക്ലെൻസേഴ്സ് ഓവർ ഫോമിങ് ആവില്ല. ക്ലെൻസേഴ്സ് ഫോമിങ് ആവത്തില്ല. നിങ്ങൾ ഫേസ് വാഷർ എടുക്കുന്നെങ്കിൽ ഒരുപാട് പതയുള്ള ലാതറുള്ള ഫേസ് വാഷസ് എടുക്കരുത്. കാരണം ഓൾറെഡി നമ്മുടെ സ്കിൻ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പതയൊക്കെ ഉള്ള ഫേസ് വാഷ് ഒക്കെ സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ വീണ്ടും ഒരു ഡ്രൈനെസ്സിലോട്ട് പോകും. അപ്പൊ എപ്പോഴും ജെന്റിൽ ആയിട്ടുള്ള എടുക്കുക. അതുപോലെ ഫോമിങ് കുറച്ചിട്ടുള്ള ഫേസ് വാഷുകൾ സെലക്ട് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും ഫോമിങ് ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് ഉപയോഗിക്കാതെ ഈ ഒരു സീസൺ കഴിയുന്നവർ ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലതാണ്. സ്കിൻ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ഈ സീസണിൽ ഒന്ന് നിർത്തുന്നത് നല്ലതാണ്. ക്ലെൻസേഴ്സിന്റെ കുഴപ്പമില്ല, നമ്മുടെ കാലാവസ്ഥ കാരണം നമ്മുടെ സ്കിൻ അതനുസരിച്ച് റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ എപ്പോഴും ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യും. പിന്നെ മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ തവണ ഫേസ് വാട്ടർ സ്പ്ലാഷ് ചെയ്യാൻ സാധ്യതയുണ്ട് എക്സ്ട്രീം സിറ്റുവേഷൻസ് വരുമ്പോൾ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നിൽ കൂടുതൽ തവണ ഫേസ് വാഷ് ചെയ്യാതിരിക്കാനും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ പൊടിയും അഴുക്കും വിയർപ്പും ഒക്കെ നമുക്ക് അങ്ങനെയാണ്, ഒന്ന് റിഫ്രഷ്മെന്റ് നമുക്ക് ഫേസ് വാഷ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്ടർ സ്പ്ലാഷ് ചെയ്യുക, ഡാബ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഒക്കെ ഫോളോ ചെയ്യുക. കാരണം നമ്മൾ ഒരുപാട് തവണ ഫേസിൽ വെള്ളം അടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഓയിൽ പ്രൊഡക്ഷനൊക്കെ അതൊന്ന് അഫക്റ്റ് ചെയ്യും, സ്കിൻ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും ജെന്റിൽ ആയിട്ടുള്ള ക്ലെൻസേഴ്സിലോട്ട്
ശ്രദ്ധിക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്ലെൻസർ ജെന്റിൽ അല്ല, പക്ഷെ നിങ്ങൾക്ക് സ്കിൻ ഡ്രൈ ആവുന്ന ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്ലെൻസർ അവിടെ വെക്കുക. സമ്മർ സീസൺ കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കുക. അതിന് നമ്മുടെ ഒരു സാധാരണ ഒരു ക്ലെൻസർ വാങ്ങിക്കുക. സമ്മർ സീസണിൽ ഫുൾ അങ്ങനത്തെ ഒരു ക്ലെൻസർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ കടയിൽ സെറ്റാഫിലിന്റെ തന്നെ മിനി പാക്ക് കിട്ടും. നമുക്ക് ഈ ഒരു സീസൺ കഴിയാനായിട്ട് നമുക്ക് ആ ഒരു ജെന്റിൽ ക്ലെൻസറിന്റെ ആവശ്യമൊക്കെ വരാറുള്ളൂ. അങ്ങനെ ഒന്ന് സ്വിച്ച് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഫേസ് വാഷ് എപ്പോഴും ജെന്റിൽ ആവുക, നോൺ ഫോമിങ് ആക്കാൻ ശ്രദ്ധിക്കുക. സാലിസിലിക് ആസിഡ് പോലുള്ള ആക്റ്റീവ്സ് യൂസ് ചെയ്യുക. പ്രത്യേകിച്ചും സാലിസിലിക് ആസിഡ് ഞാൻ എടുത്തു പറയാൻ കാരണം അത് ഓയിൽ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ്. സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന ആൾക്കാർ അതിന്റെ ഉപയോഗം ഒന്ന് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ ഫേസ് വാഷിനെ കുറിച്ച് മനസ്സിലായി. എങ്ങനെയാണ് നിങ്ങൾ സമ്മറിൽ ഫേസ് വാഷ് സെലക്ട് ചെയ്യേണ്ടത് മനസ്സിലായാലും. ഇനി നമുക്ക് ടോണറിലോട്ട് പോകാം. ഞാൻ നോർമലി ടോണറിന്റെ ഫാൻ ആണെന്ന് വെച്ചാൽ ഓക്കെ ഫൈൻ, ഹൈഡ്രേഷന് വേണ്ടി എനിക്ക് ടോണർ വേണം. ഞാൻ ടോണർ യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ നമ്മൾ സമ്മറിലോട്ട് വരുമ്പോൾ നമുക്ക് മാക്സിമം ഹൈഡ്രേഷൻ കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ടോണേഴ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. കാരണം നമുക്ക് ഹൈഡ്രേഷൻ വേണ്ടേ. അതുകൊണ്ട് ടോണേഴ്സിലോട്ട് ഫേസ് മിസ്റ്റിലോട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. ലെനേജിന്റെ ടോണർ, അല്ലെങ്കിൽ റോസ് വാട്ടർ ടോണർ, അലോവേര ടോണർ, അങ്ങനത്തെ ടോണേഴ്സ് യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ വിറ്റാമിൻ സി എന്ന് എഴുതിയ ടോണർ, അതല്ലാന്നുണ്ടെങ്കിൽ വിച്ചേസൽ എന്ന് എഴുതിയ ടോണർ, HA BHA എന്ന് എഴുതിയ ടോണർ, സാലിസിലിക് ആസിഡ് ടോണർ, ഇങ്ങനെയൊക്കെയുള്ള ടോണേഴ്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് നിർത്തുക. കാരണം ഈ ടോണേഴ്സിനെല്ലാം നമ്മുടെ സ്കിന്നിന് ഡ്രൈ ആക്കാനുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ നമ്മൾ വിച്ചേഴ്സിലൊക്കെ ഉള്ള ടോണേഴ്സ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ഓവർ ആയിട്ട് ഡ്രൈ ആവും. അപ്പൊ അത് നമുക്ക് വേണം. എപ്പോഴും ഹൈഡ്രേറ്റിംഗ് മിസ്റ്റുകൾ മാത്രം സെലക്ട് ചെയ്യുക. ഡ്രൈനെസ് ഉള്ള അല്ലെങ്കിൽ ആക്റ്റീവ്സ് ഉള്ള ഫേസ് വാഷ് ടോണേഴ്സ് യൂസ് ചെയ്യരുത്. നയാസിനമേഡുള്ള ടോണേഴ്സ് ഒക്കെ നല്ലതാണ്. അല്ലെങ്കിൽ റോസ് വാട്ടറിന്റെ ടോണേഴ്സ്, റൈസ് വാട്ടർ ടോണേഴ്സ്, അങ്ങനെയുള്ള ടോണേഴ്സിലോട്ട് ഫേസ് മിസ്റ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഡ്രൈനെസ് വരുന്ന, അതായത് ആക്റ്റീവ്സ് ഉള്ള വിറ്റാമിൻ സി ടോണേഴ്സിനകത്ത് ചില വിച്ചേസിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ടോണേഴ്സ് സ്കിപ്പ് ചെയ്യാൻ പറയുന്നത്. വിറ്റാമിൻ സി വിച്ചേസിലുള്ള ടോണേഴ്സ്, അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് ടോണേഴ്സ്, അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ടോണേഴ്സ്, ഇങ്ങനത്തെ ടോണേഴ്സ് ഒന്ന് സ്കിപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഈവൻ ദോ ഗ്ലൈക്കോളിക് ആസിഡ് നമ്മുടെ ഓയിൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യത്തില്ല എന്നുണ്ടെങ്കിലും അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ വിച്ചേസിൽ ഉണ്ടാവാറുണ്ട്. ഗ്ലൈക്കോളിക് ആസിഡ് മാത്രമായിട്ടില്ല, അതായത് എവിടെയെങ്കിലും ഒരു സാലിസിലിക് ആസിഡ് ഉണ്ട്. ഞാൻ ലിറ്ററലി സമ്മർ സ്കിൻ കെയറിലോട്ടോ മാക്സിമം സാലിസിലിക് ആസിഡ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരാൾ. അങ്ങനെ അത് മതി എന്ന് വിശ്വസിക്കുന്നുള്ളൂ. കാരണം നമ്മൾ കാലാവസ്ഥ മനസ്സിലാക്കിയാണ് നമ്മൾ സ്കിൻ കെയർ സെറ്റപ്പ് ചെയ്യാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പൊ അതും കൂടെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. മാക്സിമം സാലിസിലിക് ആസിഡ് സ്കിപ്പ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. കാരണം നമ്മുടെ സ്കിൻ ഒരിക്കലും ഡ്രൈ ആവാൻ വിടരുത്. ഡ്രൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പീലിങ്ങിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഹൈപ്പർ പിഗ്മെന്റേഷൻ. കാരണം സ്കിൻ പീലായി കഴിഞ്ഞാൽ റെഡ്നെസ് വരും, ഹൈപ്പർ പിഗ്മെന്റേഷൻ വരും, ഇറിറ്റേഷൻ വരും. അതിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം ഹൈഡ്രേഷനിലോട്ടും ലൈറ്റ് വെയ്റ്റഡ് ഹൈഡ്രേഷനിലോട്ടും ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞത്. ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സ് ഫേസ് മിസ്റ്റുകൾ യൂസ് ചെയ്യാൻ പറഞ്ഞതും അല്ലാണ്ട് ആക്റ്റീവ്സ് ഉള്ള ഫേസ് മിസ്റ്റും ടോണേഴ്സ് യൂസ് ചെയ്യാതിരിക്കാൻ പറഞ്ഞതിനും കാരണം അതുകൊണ്ടാണ്. അടുത്തതാണ് സെറം സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് സെറത്തിലോട്ട് വരുമ്പോഴത്തേക്ക് കറക്ഷൻ, ട്രീറ്റ്മെന്റ്, പ്രിവെൻഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നോക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷനും പ്രിവെൻഷനാണ് നമ്മൾ സെറത്തിനകത്തോട്ടും, അല്ലെങ്കിൽ ബേസിക്കലി സമ്മർ സ്കിൻ കെയറിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് പ്രിവെൻഷനും പ്രൊട്ടക്ഷനും. അതുകൊണ്ടാണ് ഞാൻ പ്രിവെൻഷന് വേണ്ടി ഡ്രൈനെസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫേസ് വാഷിനും ടോണേഴ്സിലൊക്കെ അങ്ങനെ പറഞ്ഞത്. നമ്മൾ സെറത്തിലോട്ട് വരും, നമ്മൾ മാക്സിമം ആന്റി ഓക്സിഡൻസ് നമ്മുടെ സെറത്തിലോട്ട് ആഡ് ചെയ്യുക. അതായത് വിറ്റാമിൻ ഇ, വിറ്റാമിൻ സി, ഫെറൂലിക് ആസിഡ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ അസലിക് ആസിഡ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഞാൻ കൂടുതലായിട്ടും ഒരു സമ്മർ അല്ലെങ്കിൽ മോർണിംഗ് സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യുന്നത് എന്റെ വിറ്റാമിൻ സി സെറാണ്. അതിന് കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ വിറ്റാമിൻ സി നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. അതായത് നമ്മുടെ സ്കിന്നിന് നമ്മൾ സണ്ണിൽ നിന്ന് വരുന്ന ഡാമേജുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വിറ്റാമിൻ സി കഴിഞ്ഞിട്ടേ വേറൊരാളുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സത്യം അത് അങ്ങനെയാണ്. അപ്പൊ വിറ്റാമിൻ സി വളരെ നല്ലതാണ്. മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന മൈൽഡ് ആയിട്ടുള്ള ഫോട്ടോ ഏജിങ്, അതായത് സൺ ഡാമേജ് കാരണം ഉണ്ടാവുന്ന ആ ഡാർക്ക് സ്പോട്ട്സ്, അതൊക്കെ തടയാനായിട്ട്, പിന്നെ മെലാസ്മ വരാതിരിക്കാൻ, വന്ന മെലാസ്മ പോകാനല്ല, മെലാസ്മ വരാതിരിക്കാനായിട്ട് നമുക്ക് വിറ്റാമിൻ സി സഹായിക്കും. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി മെലാസ്മ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസലിക് ആസിഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ സിയുടെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ ബേസിക്കലി സമ്മർ സ്കിൻ കെയറിലോട്ട് ഞാൻ പറയാൻ പോണില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിറ്റാമിൻ സി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതിന്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോജിക് ആസിഡോ, അസലിക് ആസിഡോ, ട്രാൻഎക്സാമിക് ആസിഡോ, നയാസിനമൈഡ്, അങ്ങനെ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഓൾറെഡി ഒരു ടാനിങ് വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നയാസിനമൈഡും ആൽഫ ആർബിറ്റിനും കൂടെ നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ നിങ്ങൾ 3 സെറം ഒരുമിച്ച് ആഡ് ചെയ്യണം, വേണ്ട. നയാസിനമൈഡും വിറ്റാമിൻ സി മോർണിംഗിലും ആൽഫ ആർബിറ്റും നൈറ്റ് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം വിറ്റാമിൻ സി മോർണിംഗിൽ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഒരു സൺ പ്രൊട്ടക്ഷൻ വിറ്റാമിൻ സി എന്നുണ്ടല്ലോ, ആന്റി ഓക്സിഡന്റ് എഫക്ട് ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിറ്റാമിൻ സി മോർണിംഗിലും ആൽഫ ആർബിറ്റ്, ടാനിങ് വന്നിട്ടുണ്ടെങ്കിൽ ആൽഫ ആർബിറ്റ് നൈറ്റ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാൻ നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീൻ വരുമ്പോൾ അതവിടെ പറയാം. എനിവേസ്, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ സിറം യൂസ് ചെയ്യും. നിങ്ങൾ സമ്മർ ഒരു സെറം നിങ്ങൾക്ക് സെലക്ട് ചെയ്തേ പറ്റുള്ളൂ
പറ്റുള്ളെന്നുണ്ടെങ്കിൽ വിറ്റാമിൻ സി സെറാണ് ഏറ്റവും നല്ലത്. അതല്ല നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആവുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ്രോണിക് ആസിഡ് സെറം കൂടെ ആഡ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി നയാസിനമൈഡ് വിറ്റാമിൻ സി കൂടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഹൈഡ്രോണിക് ആസിഡ് സ്കിപ്പ് ചെയ്യാം. മൂന്ന് യൂസ് ലൈക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ 3 സെറം ഒന്നും ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സ്കിൻ നമുക്ക് ഓവർ സെറം ആകുമ്പോൾ നമുക്ക് നോർമലി അതൊരു ഓവർ അല്ലാന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു ചൂട് കാരണം നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഓൾറെഡി നമ്മുടെ സ്കിൻ സ്വെറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ നമുക്ക് സ്കിന്നിന് ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും. അപ്പൊ നമ്മൾ കൂടുതൽ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിൻ ഹെവി ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഹൈഡ്രോണിക് ആസിഡ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് നയാസിനമൈഡ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നയാസിനമൈഡ് സ്കിപ്പ് ചെയ്തിട്ട് ഹൈഡ്രോണിക് ആസിഡ് ലൈക്ക് വൈസ് വേസ് അങ്ങനെ എങ്ങനെയും ചെയ്യുമ്പോൾ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പൊ സെറത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നത് വിറ്റാമിൻ സി ആയിരിക്കും. കാരണം ഹൈപ്പർ പിഗ്മെന്റേഷൻ സൺ പ്രൊട്ടക്ഷൻ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ വിറ്റാമിൻ സി പറഞ്ഞത്. അടുത്തതാണ് മോയ്സ്ചറൈസർ. മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹെവി ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പക്ഷേ എന്നാൽ നമുക്ക് ഹൈഡ്രേഷനും വേണം. അതുകൊണ്ട് ലൈറ്റ് വെയ്റ്റഡ് മോയ്സ്ചറൈസേഴ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങളത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ന്യൂട്രിജൻ ഹൈഡ്രോ ബൂസ്റ്റ് ലൈക്ക് ലൈറ്റ് വെയ്റ്റഡ് ആണ്, പക്ഷെ സ്റ്റിൽ നമുക്ക് ആവശ്യത്തിന് ഹൈഡ്രേഷൻ തരും. നമ്മൾ സൺസ്ക്രീനും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ള ഹൈഡ്രേഷൻ തരും. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേർട്ട് ആൻഡ് ഗീയുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് നോൺ കോമിഡോജനിക് ആണ്. റിക്വലിന്റെ മോയ്സ്ചറൈസർ ഒക്കെ നോൺ കോമിഡോജനിക് ആണ്, ഹെവിനെസ് ഫീൽ ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഡീകൺസ്ട്രക്റ്റിന്റെ സെറമൈഡ് മോയ്സ്ചറൈസർ ഒക്കെ നമുക്ക് സ്കിന്നിന് ഹെവിനെസ് ഫീൽ ചെയ്യത്തില്ല. അതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ നോർമലി കിട്ടുന്ന ചില മോയ്സ്ചറൈസേഴ്സ്, നമ്മൾ നോർമലി മാർക്കറ്റിൽ കിട്ടുന്ന ഭയങ്കര തിക്കായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് അല്ലേ, ഹെവി ഫ്രാഗ്രൻസ് ഒക്കെ ഉള്ള മോയ്സ്ചറൈസേഴ്സ്, അത് സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പൊ നമ്മൾ അങ്ങനത്തെ മോയ്സ്ചറൈസർ ഇടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് സ്കിന്നിന് ഹെവിനെസ് തോന്നും. പ്രത്യേകിച്ച് നമ്മൾ ചില സമയം നമ്മൾ പെട്ടെന്ന് പുറത്തു പോകാൻ നേരത്തായിരിക്കും മോയ്സ്ചറൈസർ സൺസ്ക്രീനും ഒക്കെ ഇട്ടിട്ട് പോകണം. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് വിയർപ്പ് തോന്നാനും സ്കിൻ ഹെവി തുടച്ചം കളഞ്ഞാൽ മതി എന്നുള്ള ഫീലിലോട്ട് പോകും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഓൾറെഡി നിങ്ങൾ ഹൈഡ്രേറ്റിംഗ് സെറംസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലൈറ്റ് വെയ്റ്റഡ് മോയ്സ്ചറൈസർ മതി. സ്കിൻ ഡ്രൈ ആവുന്നുണ്ടെങ്കിലും നമ്മൾ ലൈറ്റ് വെയ്റ്റഡ് സാധനം യൂസ് ചെയ്യാൻ പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ വിയർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം സ്കിൻ ഹെവി ആയിട്ട് തോന്നിയാൽ സ്കിൻ ഭയങ്കരമായിട്ട് വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇറിറ്റേഷൻ വരത്തില്ല, പക്ഷെ ഇറിറ്റേഷൻ വരും. അപ്പൊ ആ ഇറിറ്റേഷൻ വരാതെ നമുക്ക് സ്കിന്നെ പ്രൊട്ടക്റ്റും ചെയ്യണം, സ്കിൻ കെയറും ചെയ്യണം. പിന്നെ അതിന്റെ കൂടെ നമുക്ക് ആവശ്യത്തിലുള്ള ഹൈഡ്രേഷൻ വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ഓൾറെഡി നമ്മൾ ഹൈഡ്രേറ്റിംഗ് ടോണേഴ്സും സെറംസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ലൈറ്റ് വെയ്റ്റഡ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. പിന്നെ നമ്മൾ സൺസ്ക്രീൻ കൂടെ ആണെങ്കിൽ അതിന്റെ ഹൈഡ്രേഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സോ അല്ലെങ്കിൽ നോൺ കോമിഡോജനിക് ആയിട്ടുള്ള ഇടുമ്പോൾ ഹെവിനെസ് തോന്നാത്ത മോയ്സ്ചറൈസേഴ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതായത് നമ്മൾ മോയ്സ്ചറൈസർ കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവില്ല, അതിന്റെ തിക്നെസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവില്ല ഇത് എനിക്കിട്ട ഹെവി ആയിരിക്കും അല്ലയോ. അങ്ങനെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്ത്, കാരണം ഓൾറെഡി നമ്മുടെ സ്കിൻ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മോയ്സ്ചറൈസർ ഹെവിനെസ് കാരണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നെ വീണ്ടും ഡ്രൈ ആക്കും. നമ്മുടെ വരണ്ട സ്കിൻ ഇതായി കഴിഞ്ഞാൽ സ്കിൻ വലിയാൻ തുടങ്ങും, ഡ്രൈ ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്ത് ലൈറ്റ് വെയ്റ്റഡ് മോയ്സ്ചറൈസറിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ലെസ് വെയിറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ, ലൈറ്റ് വെയ്റ്റഡ് ആകുമ്പോൾ ലെസ് വെയ്റ്റഡ് ആണ്, പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ തിക്ക് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ്, പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ര തിക്നെസ് തോന്നാത്ത മോയ്സ്ചറൈസർ അല്ലേ, അങ്ങനത്തെയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. അടുത്തതാണ് ഈ സ്കിൻ കെയർ റൊട്ടീനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഞാൻ ഈ പറഞ്ഞത് ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഈ പറയുന്ന സാധനം മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം, സൺസ്ക്രീൻ. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇത് ഇത്രയും യൂസ് ചെയ്തിട്ട് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബലവും ഇല്ലാണ്ടാവും. മാത്രമല്ല ഇപ്പൊ ഏത് SPF ഉള്ള സൺസ്ക്രീൻ വേണം, എത്ര ടൈമിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്നൊക്കെ എപ്പോഴും ചോദിക്കുന്നവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഏത് SPF ഉള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്ത് 30 to 50 ഇടയിലുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യുക. മാക്സിമം 50 തന്നെ സെലക്ട് ചെയ്യുക, കാരണം ഇപ്പോഴത്തെ ഇന്റൻസിറ്റി നമുക്ക് 50 തന്നെ വേണം. SPF 30 ആണെങ്കിൽ നമുക്ക് 97% പ്രൊട്ടക്ഷൻ തരും, 50 ആണെങ്കിൽ 98. ഒരു സൺസ്ക്രീനും ഇനി എത്ര വലിയ കമ്പനികൾ എത്ര വലിയ ക്ലെയിം ചെയ്താലും ടിൽ നൗ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വരെ ഒരു സൺസ്ക്രീനും 100% സൺ പ്രൊട്ടക്ഷൻ തരത്തില്ല. അപ്പോൾ 30ക്കും 50ക്കും ഇടയിലുള്ള SPF ഉള്ള സൺസ്ക്രീൻ എടുക്കുക. അതുപോലെ തന്നെ PA 3+ to 4+, ആ 2+ നമുക്ക് വേണം, 3 അല്ലെങ്കിൽ 4+ ഉള്ള സൺസ്ക്രീൻസ് മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. 2 ഫിംഗർ റൂൾ അല്ലെങ്കിൽ 3 ഫിംഗർ റൂൾ, അതായത് നിങ്ങൾ നെക്കും കൂടെ എടുക്കുകയാണെങ്കിൽ മാക്സിമം 3 ഫിംഗർ റൂൾ തന്നെ ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾ പുറത്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് റീഅപ്ലിക്കേഷൻ ശ്രദ്ധിക്കുക. സ്റ്റിക്ക് സൺസ്ക്രീനേക്കാളും റീഅപ്ലിക്കേഷൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ യഥാർത്ഥ സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഞാനിത് സൺ പ്രൊട്ടക്ഷന്റെ കാര്യം പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഐ മീൻ ഇത്ര 98 97 ഒക്കെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ സൺസ്ക്രീൻ ഇട്ടാൽ പോലും നമുക്ക് 100% സൺ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മൾ പണ്ടത്തെ പോലെയൊന്നും അല്ല, നമ്മൾ സണ്ണിൽ കൂടെ ഏത് UV റേസ് ഇപ്പൊ വരുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ആകുന്നതുകൊണ്ട് നമ്മൾ ക്യാപ്പ്, കൊട, പിന്നെ മാക്സിമം ഒരുപാട് ടൈം പുറത്ത് സ്പെൻഡ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അകത്തോട്ടിടുക.
ക്യാപ്പ് വിയർ ചെയ്യുക. പിന്നെ ബൈക്കിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ ജാക്കറ്റ്സ് അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്യുക. കാരണം അത് ഓൾമോസ്റ്റ് എല്ലാ കൈയുടെ ഇവിടം വരെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. തോളും ഒക്കെ ലൈക്ക് SPF 50 ആണ് അതിന്റെ സൺ പ്രൊട്ടക്ഷൻ പറയുന്നവർ. അപ്പൊ അത് അത്യാവശ്യം നല്ലതാണ്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ അതിന്റെ റിസൾട്ട് പറഞ്ഞുതരാം. അതവിടെ നിൽക്കട്ടെ. അപ്പൊ മാക്സിമം അങ്ങനത്തെ സൺ ജാക്കറ്റ്സ് നോക്കുക. മനസ്സിലാക്കിയിടത്തോളം നല്ല സാധനമാണ്. ബൈക്ക് യാത്രക്കാർക്ക് ഏറ്റവും നല്ലതാണ് ഈ ഒരു ജാക്കറ്റ്. ഞാൻ പറയും, നിങ്ങൾ കാറിൽ ഒരുപാട് നേരം ഉച്ചയ്ക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിലും ഈ ഒരു സൺ ജാക്കറ്റ് ഇടുന്നത് നല്ലതാണ്. കാരണം നമ്മൾ സ്റ്റിയറിംഗിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ ഫേസിൽ അടിക്കുന്നേക്കാൾ നമ്മുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ സൺ ആ ലൈറ്റ് ഗ്ലാസ്സിൽ കൂടെ ആയാലും ആ ഒരു ലൈറ്റ് അടിച്ചിട്ട് നമ്മുടെ കൈ ടാൻ ആവാനുള്ള കാരണം അതുകൊണ്ടാണ്. അപ്പൊ സോ മാക്സിമം സൺസ്ക്രീൻ ജാക്കറ്റ്സോ അല്ലെങ്കിൽ സൺസ്ക്രീനോ യൂസ് ചെയ്യുക. പിന്നെ കാറിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കാറിലോ ബൈക്കിലോ ഒക്കെ ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചാൽ ഇട്ടേക്ക്. എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നു അപ്പോഴൊക്കെ മാക്സിമം സൺസ്ക്രീൻ റീ ആപ്ലിക്കേഷൻ നടത്തുക. പിന്നെ കൂടുതൽ സൺസ്ക്രീൻ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള സൺസ്ക്രീൻ ഏതാണെന്നൊക്കെ അറിയാൻ ഞാനൊരു ഐക്കാർഡിൽ വീഡിയോ കൊടുക്കാം. എന്നിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ കൊടുക്കാം. അത് കണ്ടു വെക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാവും. സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്ത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചൂടിൽ. കാരണം ഇപ്പോഴും ഞാൻ ലൈക്ക് ഈ വീഡിയോ എടുക്കുന്ന കുറച്ച് മുന്നേ ഞാൻ വാർത്ത കേട്ടതാണ്, ഇനിയും 3 to 4 ഡിഗ്രി സെൽഷ്യസ് കൂടുന്നു കേരളത്തിൽ മൊത്തത്തിൽ. അപ്പൊ ചൂട് കൂടുതലാണ്. അപ്പൊ സൺ പ്രൊട്ടക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മാക്സിമം വെള്ളം കുടിക്കുക. കാരണം നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെറുതെയാവും. അതുകൊണ്ട് മാക്സിമം വാട്ടറും കൂടെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയാണ് നമ്മൾ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനിൽ വരുന്നത്. ഫേസ് വാഷ്, ടോണർ, സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. നൈറ്റിൽ വരുമ്പം ഞാൻ പറയും ഡബിൾ ക്ലെൻസിങ് ഇമ്പോർട്ടന്റ് ആണ്. 2 റീസൺ ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇത്രയും സ്വെറ്റിംഗ് ആണ്, പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ആ വിയർപ്പിൽ തട്ടിയിട്ടുള്ള അഴുക്ക് നോർമലി ഉണ്ടാവുന്നേക്കാളും പൊടിയൊക്കെ നമുക്ക് പറഞ്ഞിട്ട് കൂടുതൽ അഴുക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് നമ്മൾ ഡബിൾ ക്ലെൻസിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തേന്ന് വെച്ചാൽ രണ്ടാമത്തെ ഫേസ് വാഷ് നിങ്ങൾക്ക് ഒന്നുകിൽ മോർണിംഗിൽ യൂസ് ചെയ്ത ക്ലെൻസർ യൂസ് ചെയ്താലും മതി, കുഴപ്പമില്ല. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചില സമയത്ത് നമ്മൾ നോർമൽ ക്ലെൻസർ നമ്മൾ ഓയിൽ ക്ലെൻസർ നന്നായിട്ട് കഴുകി കളയണം എന്നില്ല. അപ്പൊ മാക്സിമം ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഓയിൽ ക്ലെൻസേഴ്സിലോട്ട്, അതായത് ക്ലെൻസിങ് ബാമിനേക്കാളും ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഓയിൽ ക്ലെൻസേഴ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് സേഫ്. അപ്പൊ ഡബിൾ ക്ലെൻസിങ് ഇമ്പോർട്ടന്റ് ആണ്, ഫേസ് വാഷ് ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ മൊത്തത്തിൽ ഒരുമിച്ച് പറയാം. രണ്ടാമത് നിങ്ങൾ സെറത്തിലോട്ട് പോകുമ്പോഴത്തേക്ക് സാലിസിലിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ സെറംസ് ഉപയോഗിക്കുന്നതിന്റെ ഫ്രീക്വൻസി കുറയ്ക്കുക. ഗ്ലൈക്കോളിക് ആസിഡ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. കാരണം നമ്മൾ ടാനിങ് ഒക്കെ മാറ്റുന്നുണ്ട് ഗ്ലൈക്കോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ 3 ദിവസമൊക്കെ മൂന്നോ 2 ദിവസം ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ 22 ഇയേഴ്സിന് മുകളിലോട്ടുള്ളവർ അല്ലെങ്കിൽ മിനിമം 18 ഇയേഴ്സിന് മുകളിലോട്ടുള്ളവർ മാത്രമേ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുള്ളൂ. 18 ഇയേഴ്സിനും ഹൈപ്പർ പിഗ്മെന്റേഷൻ വന്നു കഴിഞ്ഞാൽ ഡോക്ടറിനെ കണ്ടിട്ട് യൂസ് ചെയ്താൽ മതി. 20 ഇയേഴ്സിന് മുകളിലോട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാൻ തെറ്റില്ല. പക്ഷെ നൈറ്റിൽ ഒരു 2 ആഴ്ച 2 ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതി. പിന്നെ റെറ്റിനോൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്തിട്ട് കിടക്കുക. കാരണം മൊത്തത്തിൽ നമ്മുടെ സ്കിൻ ഡ്രൈ ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡ്രൈയിങ് ആയിട്ടുള്ള ഏജൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിൻ വീണ്ടും ഡ്രൈ ആവും. അപ്പം റെറ്റിനോൾ സ്കിപ്പ് ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല, റെറ്റിനോൾ ഉപയോഗിക്കുക. മാക്സിമം മോയ്സ്ചറൈസേഷൻ കൊടുക്കുക, ഹൈഡ്രേഷൻ കൊടുക്കുക. റെറ്റിനോളിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഹൈഡ്രേറ്റിംഗ് സിറംസ് ഏതൊക്കെയാണ്, അതായത് ഹൈഡ്രോണിക് ആസിഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, നയാസിനമൈഡ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് കുഴപ്പമില്ല. അപ്പൊ അങ്ങനത്തെ സിറംസും കൂടി ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഡെയിലി ഒരു സെറം ടാനിങ് വരാതിരിക്കാൻ യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ പറയാം ആൽഫ ആർബിറ്റും നയാസിനമൈഡും കൂടി യൂസ് ചെയ്യുന്നതും തെറ്റില്ല. മോയ്സ്ചറൈസർ രാവിലെ ഉപയോഗിച്ച് മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി. പക്ഷെ വീണ്ടും നിങ്ങൾക്ക് സ്കിൻ ഭയങ്കര പിന്നെ ഫേസിലൊക്കെ കിടക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ വീണ്ടും സ്കിൻ ഓവറായിട്ട് ഡ്രൈ ആവും. ഞാനൊക്കെ അങ്ങനത്തെ ആളാണ്, എന്റെ സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പൊ ഞാൻ കാറിൽ നിന്ന് പുറത്തോട്ടിറങ്ങി ഇതിന് ആദ്യമേ പറയുന്നത് ലച്ചു ഇതിന്റെ മുഖം ഡ്രൈ ആയി AC-ലായി. ലൈക്ക് AC എന്റെ സ്കിൻ നന്നായി ഡ്രൈ ആക്കും. മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കുമ്പോൾ വാസ്ലിൻ ലൈക്ക് ആക്നെ പ്രോൺ സ്കിൻ അല്ലാന്നുണ്ടെങ്കിലും മിലിയൊന്നും വരത്തില്ല എന്നുണ്ടെങ്കിലും വാസ്ലിൻ ഇട്ടിട്ട് കിടക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അലോവേറ ജെല്ലി യൂസ് ചെയ്യാം. വാസ്ലിനാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് കിടക്കുക. പിന്നെ ഇനി നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ നമുക്ക് അവിടെ കഴിക്കാം. പിന്നെ ഇടയ്ക്ക് ഫേസിൽ ഒരു ഫേസ് മിസ്റ്റ് ആഡ് ചെയ്തിട്ട് സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാര്യം എന്ന് വെച്ചാൽ ഫേസ് മിസ്റ്റ് നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഒരു എന്നും പറഞ്ഞുകൊണ്ട് ദിവസം 10 പ്രാവശ്യം ഫേസ് മിസ്റ്റ് യൂസ് ചെയ്ത് അപ്പൊ നിങ്ങൾ ഒരു മാക്സിമം ഒരു 7 തവണ 5 തവണ 7 മാക്സിമം അത്രയൊന്നും 5 തവണയൊക്കെ ഫേസ് മിസ്റ്റ് ഒരുപാട് ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പ്രത്യേകിച്ചും AC-ക്കകത്ത് ഇരിക്കുന്ന ആൾക്കാരും പിന്നെ ഒരുപാട് ടൈം പുറത്ത് സ്പെൻഡ് ചെയ്ത് സ്കിൻ മൊത്തത്തിൽ ഡ്രൈ ആയി എന്ന് തോന്നിയ ആൾക്കാരും ഇടയ്ക്കിടയ്ക്ക് ഫേസ് മിസ്റ്റ് യൂസ് ചെയ്ത് ഫേസ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല.
അപ്പൊ ഇതായിരുന്നു സമ്മർ സ്കിൻ കെയർ റൊട്ടീൻ. ഞാൻ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ പറയാത്ത, നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഒരുവിധം സ്കിൻ കെയർ റൊട്ടീൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുത്തുന്ന ചേഞ്ചസ് ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ചേഞ്ചസ് എടുക്കാൻ പറ്റുമല്ലോ. പിന്നെ ഒരുപാട് ഈ ചേഞ്ചസിന് വേണ്ടിയുള്ള സാധനങ്ങളുടെ വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് സ്കിൻ കെയർ റൊട്ടീനായിട്ട് തന്നെ ചെയ്യാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ തേഴ്സ്ഡേസിലും ട്യൂസ്ഡേസിലും സൺഡേസിലും വരുന്നവരെ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്. ടാറ്റാ.